بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷം നാം തുടങ്ങിവെച്ച തബാറക സൂറത്ത് അതിൻ്റെ പകുതി ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണത്തെ സംബന്ധിച്ചായിരുന്നു നാം പറഞ്ഞത്. അഥവാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനുള്ള കഴിവ് ആർജിക്കുക. റബ്ബിനെ പേടിക്കുന്നത് അള്ളാഹു നമ്മെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു വിഷയം കൊണ്ട് മാത്രം അല്ല. അല്ലാഹു തആല നമ്മെ അറിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേടിയുടെ കാരണം. മറ്റൊരാൾ അറിയും എന്നുണ്ടാകുമ്പോൾ വരുന്ന ഒരു പേടി പലപ്പോഴും നമ്മെ പലതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രേരകമാകുന്ന ഒന്നതാണ്. അത്യാവശ്യം ചെറിയ ഒരു ഖൗഫും തഖ്വയുള്ള ആള് ഒന്നുകിൽ അത് സ്വന്തക്കാരറിഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടുകാരറിഞ്ഞാൽ, കുടുംബക്കാരറിഞ്ഞാൽ അത് എനിക്കൊരു പോരായ്മയാണ്, ഒരു മോശത്തരമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കും. അതൊരു പേടിയാണ്, പേടിയുടെ ഭാഗമാണ്. എല്ലാവരും അറിയുന്നു എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മാറി നിൽക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭക്തിയിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ ഇൽമ് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മാറി നിൽക്കേണ്ടത്. കാരണം അല്ലാഹു തആല അറിയും പോലെ അറിയുന്ന ഒരാളും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന വലിയൊരു നിർദ്ദേശം വഅസിറു ഖൗലക്കും അവിജ്ഹറൂ ബിഹി, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക. രണ്ടായാലും കുഴപ്പമില്ല, രണ്ടും പറ്റും എന്ന അർത്ഥത്തിലല്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. ഇത് അല്ലാഹു തആല നമ്മോട് പറയാൻ കാരണം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കാരണമാണിത്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ എന്ന ഈ വാക്ക് അസിറു ഖൗലക്കും അവിജ്ഹറൂ ബിഹി, നിങ്ങൾ സ്വകാര്യം പറഞ്ഞാലും ശരി പരസ്യമായി പറഞ്ഞാലും ശരി അല്ലാഹു തആലക്ക് രണ്ടും സമാണ്. നിങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാക്ക് പതുക്കെ കേട്ടു എന്ന നിലക്ക് അത് പതുക്കെയായിപ്പോയത് കൊണ്ട് പരിഗണിക്കണ്ടെന്നും ഉറക്കെയായിപ്പോയത് കൊണ്ട് പരിഗണിക്കണമെന്നും എന്നൊരു ഭാവം ഇല്ല. രണ്ടും അല്ലാഹു തആലാന്റെ ഇൽമിൽ സമമാണ്, ഒന്നൊന്നിനേക്കാൾ പ്രശ്നമല്ല.
ഒന്നൊന്നിനേക്കാൾ കൂടുതൽ വിധിക്കുകയോ ഒന്നൊന്നിനേക്കാൾ കൂടുതൽ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇൽമ് രണ്ട് നിലക്കു സമാണ്. അപ്പം രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കുക, അതാണ് ഏറ്റവും വലിയ കഴിവ്. പറയുന്ന വാക്ക് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും അല്ലാഹു തആല അറിയും എന്നുള്ള ഒരു ബോധം, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. മനുഷ്യനെ എത്ര മയക്കിക്കിടത്തി നോക്കിയാലും ഒരു പക്ഷേ അവൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് സ്വകാര്യങ്ങൾ പകർത്തിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മുമ്പൊക്കെ ഹിപ്നോട്ടിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത്. പക്ഷെ അതിനിപ്പോൾ ശക്തി കുറഞ്ഞുപോയി. കാരണം ഹിപ്നോട്ടിസത്തിൽ വരെ കളവ് പറയാൻ മനുഷ്യൻ പഠിച്ചു പോയി എന്നാണ്. ഒരാളെ മയക്കി കിടത്തിയിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയാൽ പിന്നെ അത് റെഡിയാന്നുള്ളൊന്ന് കണക്കൂട്ടായിരുന്നു. അപ്പം അതിൽ വരെ കളവ് പറയാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ കഴിവാണല്ലോ. അപ്പോൾ പിന്നെ അത് അവലംബിക്കാൻ പറ്റാതെ പിന്നെ എങ്ങനെ അവലംബിക്കും? അല്ലാഹു തആലാന്റെ മുന്നിൽ സിറും ജഹറും രണ്ടും സമാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, സ്വകാര്യം പറയുക, പരസ്യമായി പറയുക. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കേണ്ടതാണ്. സ്വകാര്യം എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കേണ്ട ഒന്നാണ്. വലിയ ഒരു കഴിവാണ് സ്വകാര്യം സൂക്ഷിക്കാനുള്ള കഴിവ്. ഒരു സഹോദരിക്ക് അതിന് കഴിവുണ്ടെങ്കിൽ കുടുംബനാഥൻ വിജയിച്ചു എന്നാണ്. പക്ഷെ ഉണ്ടാകൽ അപൂർവ. അതുകൊണ്ടാണ് സ്വകാര്യം പറയുമ്പോൾ നീ ആരോടാ പറയുന്നതെന്ന് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേ. നീ പറയുന്ന സ്വകാര്യം കേൾക്കുന്ന ആളെ വിലയിരുത്തിയിട്ട് വേണം പറയാൻ. അത് പുറത്ത് പെട്ടെന്ന് അറിയിക്കാൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അത് പിന്നെ അവരോടൊക്കെ പറയാൻ നല്ലത്. അതേ സമയത്ത് ഹിഫ്ളു സിർറ്, രഹസ്യം സൂക്ഷിക്കുക എന്നത്, സിർറ് സൂക്ഷിക്കുക എന്നത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സിർറ്, അത് സ്വഹാബത്ത് സൂക്ഷിച്ചത് മനോവേദന വാക്കുകളെ കൊണ്ട് പലരിൽ നിന്നും ഉണ്ടായിട്ടും സിർറ് പറയൂല. കാരണം അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി അത് പറയണം എന്ന് നിർദ്ദേശം കിട്ടിയാലേ പറയൂ. അപ്പോൾ പിന്നെ പറയും ചെയ്യും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ വിധവയായി തീർന്നു. മഹദിയെ കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ് ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ ഭർത്താവില്ലാതൊരു മകള് വീട്ടിൽ കഴിയുമ്പോൾ ഒരു ഉപ്പാക്ക് എത്ര വിഷമമുണ്ടാകും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്നാ സ്വഹാബിമാരിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്കാർക്കെങ്കിലും ഒന്ന് മകളെ രണ്ടാമതായിട്ടാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് കെട്ടിച്ചു കൊടുക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞ മകളെ കാര്യം, നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സുഖമാണ്. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ കണ്ടപ്പോഴും ചോദിച്ചു, എന്തായി? ഞാനൊന്നുകൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹല്ലേ ഈ ആലോചിക്കട്ടെ എന്നുള്ള കേൾക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ ആലോചിച്ചുടിന്ന് പറഞ്ഞു, വിട്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ കല്യാണം കഴിച്ചാൽ എനിക്ക് സുഖമാണ്, കാരണം നിങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങനല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുകൂലമായും പ്രതികരിക്കുന്നില്ല, പ്രതികൂലമായും പറയുന്നില്ല. ഇങ്ങനത്തെ ഒരവസ്ഥ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ദേഷ്യം പിടിച്ചു. അന്നശേ ദേഷ്യം പിടിച്ചാലും അങ്ങനെ അങ്ങോട്ടൊന്നും പറഞ്ഞൂടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പരിഗണിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെയും പിന്നെ ഈ കാര്യം അങ്ങനെ പറയും. അത് പിന്നെ അങ്ങനെയാണല്ലോ, മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ, നീങ്ങണേ വരെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശക്തമായ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്താ നിങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ജവാബൊന്നും പറയാത്തത്?
എന്നാ നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞാൽ നബി തങ്ങൾ കല്യാണം കഴിച്ചോളും. അതിനും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഈ വിളിക്കുന്ന സന്ദർഭം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ വിഷമങ്ങളൊക്കെ അന്വേഷിച്ച് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് വലിയ സന്തോഷമായി. അങ്ങനെ തീരുമാനമായി തിരിച്ചു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹയെ, നിങ്ങൾ കല്യാണക്കാർ എന്നോട് വെളിവാക്കിയിട്ട് ഞാനും കല്യാണം കഴിക്കാമെന്ന്, അല്ലെങ്കിൽ വേറൊരാൾ കല്യാണം കഴിക്കണമെന്നും, അല്ലെങ്കിൽ നബിതങ്ങൾ കല്യാണം കഴിക്കണമെന്നും ഈ വിഷയങ്ങളൊക്കെ നിങ്ങളിലുണ്ടായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളവർക്ക് എന്നോട് വിഷമം തോന്നിയില്ലേ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. വിഷമം തോന്നിയെന്ന് മാത്രമല്ല, നിങ്ങളെന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മാനസിക പ്രതിസന്ധി ആയതുകൊണ്ട്. പക്ഷേ ഞാൻ ഇതിൽ ഇടപെട്ട് അനുകൂലമായും പ്രതികൂലമായും പറയാതിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ ബീവിയുടെ കാര്യം അന്വേഷിച്ചത് എന്നോടാണ് ആദ്യമായിട്ട്. പക്ഷെ അത് സിറാണ്, രഹസ്യമായതുകൊണ്ട് പറയാൻ പറ്റൂലല്ലോ. ഇപ്പോൾ അത് പറയാൻ പറ്റി, കാരണം നിങ്ങളോട് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഫ്വൻ, മാപ്പാക്കണം, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ്, എൻ്റെ മകളെ കല്യാണം ശരിയായില്ലല്ലോ എന്നൊരു വിഷമത്തിലാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ തോന്നിയത്. നിങ്ങൾക്കങ്ങനെ തോന്നിയോണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ വിഷയം ഒരു സിറായതുകൊണ്ട് ഇത് പറയാൻ പറ്റൂല. സിറ് സൂക്ഷിക്കാനുള്ള കഴിവ് ഈമാനിൻ്റെ ഏറ്റവും വലിയൊരു കഴിവാണ്, രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്നെപ്പറ്റി ഇല്ലാത്തത് ഒരാൾ പറഞ്ഞാലും കഴിവിൻ്റെ പരമാവധി ഈമാനിനും ഇസ്ലാമിനും ഖൈറാണെങ്കിൽ അയാളെ സിറ് നീ മറച്ചു വെക്കണം. കുളിപ്പിക്കപ്പെടുന്ന ജനാസ ബിദ്അത്തുകാരനല്ലെങ്കിൽ സിറൊന്നും പുറത്ത് വെളിവാക്കാൻ പാടില്ല എന്നാണ്. നമ്മളൊരു ജനാസയെ കുളിപ്പിക്കാൻ പോയ ആളൊരു സുന്നിയാണ്, എന്തോ ഒരു കോർങ്ങയുടെ എന്തോ ഒരു വിഷയം നമ്മൾ കണ്ടാലും, കുളിപ്പിക്കുന്ന ആൾ കണ്ടാലും അത് പുറത്തു വിടാൻ പാടില്ല. അതൊരു സിറാണ്, രഹസ്യമാണ്. ഇല്ലാലി ബിദ്അത്തിഹി, ബിദ്അത്തിന് വേണ്ടി അവിടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ദുരുദ്ദേശമായി കരുതിയിട്ട് ആകരുത് ആ സ്വകാര്യം പുറത്തു വിടുന്നത്. ബിദ്അത്തിൽ നിന്ന് ജനങ്ങൾ മാറണം എന്ന ലക്ഷ്യത്തോടെയാകണം, ലക്ഷ്യം നന്നാക്കണം. അവിടെ അത് അയാളെ പറ്റുന്നു താറടിക്കാനോ അല്ലെങ്കിൽ ജനമനസ്സുകളിൽ അയാൾ അപമാനിക്കാനോ ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. ബിദ്അത്തുകാരനായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് മാറിക്കോളൂ, നിങ്ങൾക്കും ഇങ്ങനെ ഒരു പക്ഷേ വന്നേക്കാം എന്ന ലക്ഷ്യം മാത്രം കരുതി അവിടെ തന്നെ സ്വന്തം കുടുംബക്കാരോ അയൽക്കാരോ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിനെ വേറെ വഴിക്ക് വ്യാഖ്യാനിക്കപ്പെടും. ഈ ബിദ്അത്തുകാരനായ ആള് സ്വന്തം കുടുംബക്കാരനോ അയൽക്കാരനോ ആണെങ്കിൽ ഒരു പരിഗണന വേറെ കൊടുക്കണം. അത് ആ നിലക്കുള്ള പരിഗണനയാണ്. കാരണം അയൽവാസി എന്നുള്ളതാവുമ്പോൾ അയൽവാസിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അയൽവാസി എത്ര വലിയ ളാലിമാണെങ്കിലും അയൽവക്കത്ത് ജീവിച്ചു എന്നൊരു കാരണം കൊണ്ട് ഒരു പരിഗണന. കുടുംബക്കാരനും അങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ രോഗ സന്ദർശനം ബിദ്അത്തുകാരത് നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവര് അയൽക്കാരും ബന്ധുക്കളും ആകാതിരിക്കുമ്പോൾ. കാരണം ആ രണ്ട് ബന്ധം ഒരു വേറിട്ട ബന്ധമാണ്. അപ്പോൾ നമ്മൾ ബന്ധം എന്ന അർത്ഥത്തിൽ, കൂടുതൽ അടുപ്പല്ലെങ്കിൽ ഒരു ബന്ധം എന്നുള്ള അർത്ഥത്തിലുള്ളൊരു പരിഗണന അവിടെ വെച്ചു കൊടുക്കണം. അല്ല എങ്കിൽ അയാളെ സിറ് രഹസ്യം പുറത്തു വിടുമ്പോൾ തന്നെ അത് സൂക്ഷിച്ചാവണം. ഇനി നമ്മളൊരാളെ രഹസ്യം പുറത്തു വിട്ട് അയാൾക്ക് മാനസികമായി വലിയ വിഷമം അനുഭവിച്ചാൽ അയാളെ വിഷമത്തിൻ്റെ തോതനുസരിച്ച് അല്ലാഹു തആല, ഒരു കാര്യമില്ലാതെയാണ്,
നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്കത് വന്നത്. അപ്പോൾ സ്വകാര്യം പറച്ചിലും പരസ്യം പറച്ചിലും എങ്ങനെ പറഞ്ഞാലും പറയുന്നത് നന്നാക്കണം. വസിറു ഖൗലക്കും വവിജ്ഹറു ബിഹി. ഈ ആയത്ത് ഇറങ്ങിയതിന്റെ കാരണത്തെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മക്ക മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ സ്വകാര്യതകൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത് ഓലിപ്പോൾ സ്വകാര്യമായിട്ട് ഒരു സമ്മേളനം കൂടും. എന്നിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് ഈ നബിനെയും കൂട്ടരും ഇവിടുന്ന് പുറത്താക്കാൻ നല്ലത്, ഇങ്ങനെ ഒരു സ്വകാര്യ ചർച്ച നടത്തുമ്പോൾ ഇതൊക്കെ അപ്പുറത്ത് അല്ലാഹു തആല ഖുർആനിലൂടെ ആയത്തിറക്കുകയാണല്ലോ. വൈദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലൂക ഔ യുഖ്രിജുക. അത് അവരുടെ ആലോചന പറ്റി. നബിയെ, തങ്ങളെപ്പറ്റി അവിടെ ദാറുന്നദുവത്തിൽ ഒരു യോഗം നടന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ചർച്ച വന്നത് 3-4 രൂപം ചെയ്യാനാണ്. ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഭദ്രമായി കെട്ടിയിടണം. ഇതാണ് അവരെ ചർച്ച നടന്നത്. അപ്പൊ ഇങ്ങനെ അവരെ സ്വകാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ നബിതങ്ങൾക്ക് വെളിവായി അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുക. അപ്പൊ അവര് പറഞ്ഞു, ഫഖാല ബഅദുഹും ലി ബഅദിൻ, കുറച്ചാൾ മറ്റോട് പറഞ്ഞു, അസിറു ഖൗലക്കും, നിങ്ങൾ പറയുന്നത് പതുക്കെ പറയണം, കൈലാ യസ്മഅ റബ്ബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഹമ്മദ് നബിന്റെ റബ്ബ് കേൾക്കരുത്, പതുക്കെ പറയണം. നിങ്ങൾ ഈ ഉറക്കം പറഞ്ഞിട്ടാണ് അതൊക്കെ വഹിയായിട്ട് ഇങ്ങനെ വരുന്നത്. യോഗം കൂടി ഉറക്കം പറയും, ഒരാൾ ഉറക്കം പറയും, മറ്റാൾ ഉറക്കം പറയും. പിന്നെ പിറ്റേന്ന് ഇവിടെ വഹിയായിട്ട് നമുക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് ആ വിഷയം ഒന്നായിട്ട് അള്ളാഹ് വഹി അറിയിച്ച് അതിൻ്റെ പിന്നെ പ്രതികരണവും നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് യോഗം ചേർന്നാലും അത് പുറത്തെത്താണ്. അതുകൊണ്ട് ഒന്ന് പതുക്കെ പറയും, കൈലായ റബ്ബു മുഹമ്മദ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് കേൾക്കാൻ പാടില്ല, കേൾക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ പറയൂ. അപ്പൊ അള്ളാഹു പറഞ്ഞു, അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി, നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ പതുക്കെ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, എങ്ങനെ പറഞ്ഞാലും ശരി. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. ഇവിടെ രഹസ്യത്തെ മുന്തിച്ചു പറഞ്ഞത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വതഖ്ദീമു സിർരി അലൽ ജഹ്രി ലിൽ ഈദാനി ബിഫ്തിലാഹിഹിം. രഹസ്യം ആദ്യം പറഞ്ഞത് സൂക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് രഹസ്യം. കാരണം പരസ്യമായി പറഞ്ഞു കൊടുത്ത് ഒരാൾ മാത്രമാകൂല ഒരു പക്ഷേ, അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറയുന്നതിന് പ്രശ്നം ഉണ്ടാവൂല. രഹസ്യം അങ്ങനല്ല, രഹസ്യം സൂക്ഷിക്കണം. സഹോദരിമാര് പ്രധാനമായും സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാണ് രഹസ്യം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു ഭർത്താവിന്റെ കാര്യം പറഞ്ഞു, ഓൻ വളരെ മോശ, ഓൻ എന്താ പരിപാടി, അവന്റെ ഇണയുമായി അവൻ പങ്കിട്ട് രാത്രിയിൽ പങ്കിട്ട സ്വകാര്യതകളൊക്കെ പിറ്റേന്ന് വന്നവൻ കൂട്ടുകാരോട് വിളമ്പിക്കൊടുക്കുന്നവൻ വളരെ നീചനാണ്, നികൃഷ്ടനാണ്. ഒരിക്കലും പറയാൻ പാടില്ല. ചിലർ ആദ്യ രാത്രിന്റെ കഥ പറഞ്ഞു തീർക്കുക. ഒരിക്കലും ജീവിതത്തിൽ പറയാൻ പാടില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രിയതമയുമായി ജീവിതത്തിൽ ആദ്യം പങ്കിട്ടത് എന്നത്. ഇന്ന് മനുഷ്യന്മാർക്ക് അതിനൊന്നൊരു മടിയില്ല. മനുഷ്യന് നിങ്ങൾ നോക്ക്, മനുഷ്യന്റെ ഖൗഫും ഖശ്യത്തൊക്കെ പോയി. അതിങ്ങനെ പാട്ടുപാടാണ് വന്നിട്ട്. എങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യ രാത്രി എങ്ങനെ പങ്കിട്ടത്? എന്നാ സഹോദരങ്ങളെ, അതൊരു മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹുവിൻ്റെയൊക്കെ ഒരു ആദ്യ രാത്രി കിതാബിലുണ്ട്. അവരാദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അത് പിന്നെ സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൻ്റെ സുഖങ്ങളുടെ ഒരു വിഷയം അല്ല. അതിലപ്പുറം ഇബാദത്തിൻ്റെയും ചർച്ചയുടെയും ഒരു രാത്രിയായിരുന്നു. നമ്മളൊരു ജീവിതത്തിൽ കടന്നു വന്നതാണ് എന്ന അർത്ഥത്തിൽ അവർ നിസ്കാരവും കാര്യവും ദിക്റും കാര്യമായിട്ട് ആ ജീവിതത്തിൻ്റെ ആദ്യ രാത്രി അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കൂട്ടി എന്നുള്ളത് അത് വലിയൊരു സന്തോഷമാണ്. എന്നാൽ അതല്ല, ഇവിടെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞതും ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതും അത് പുറത്തെത്തിച്ചാൽ എത്ര വലിയ മോശമാണ്. അതുകൊണ്ട് രഹസ്യം പുറത്തു പറയുന്നതാണ്
പരസ്യം പറയുന്നതിനേക്കാളും മോശം അത് പറയാൻ പാടില്ലത് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആലാന്റെ ഇൽമ്. നിങ്ങൾ നോക്ക്, റബ്ബ് തആലാന്റെ ഇൽമ് അത് എന്തെങ്കിലും ഒരു മാധ്യമം ഉപയോഗപ്പെടുത്തിയുള്ള ഇൽമല്ല. അല്ലാഹു തആലാന്റെ ഇൽമ് ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെയോ ഏതെങ്കിലും ആളുകളെ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്നതോ ആയ ഇൽമല്ല. റബ്ബ് തആലാന്റെ ഇൽമിന് ഒന്നും തടസ്സമല്ല. ഇവിടെ ഒന്നും തടസ്സമല്ല, എവിടെയും തടസ്സമല്ല. ഏത് രഹസ്യം ഏത് പരസ്യവും അല്ലാഹു തആലാന്റെ ഇൽമിൽ രണ്ടും സമമാണ്. അതെത്ര സ്വകാര്യ നിറഞ്ഞതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഇൽമിൽ സമമാണ്. ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന് നന്നാകാൻ ഇനി മറ്റൊരു വകുപ്പ് ആവശ്യമില്ല. ഒരാൾ ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലാഹു തആലാന്റെ ഇൽമിനെ പറ്റി ആലോചിച്ചു നോക്കുമ്പോൾ ആ ഇൽമ് ഒരു നിലക്കും വിട്ടുപിരിയാത്ത ഇൽമാണല്ലോ. ഏത് സമയത്തും വിട്ടുപിരിയുന്നില്ല. നമ്മുടെ ഇൽമ അങ്ങനെയല്ല. മറ്റൊരാൾ കാതിലൂടെ പറഞ്ഞതൊരു പക്ഷേ നമുക്കറിയില്ല. ഇത് നമ്മുടെ മനസ്സിൽ എന്താണോ മന്ത്രിക്കുന്നത് അതുപോലും അല്ലാഹു തആല അറിയുകയാണ്. അതുകൊണ്ട് രഹസ്യങ്ങൾ നന്നാക്കണം, പരസ്യവും നന്നാക്കണം, ഖൽബിലുള്ള ചിന്തകളും നന്നാക്കണം. അത് മൂന്നും ആ ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. വഅസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി. ഖൗലാണ് ഇവിടെ പറഞ്ഞതെങ്കിലും ഖൗല് മാത്രമല്ല ഉദ്ദേശം, ഫീലും ഉദ്ദേശം തന്നെ ഉണ്ട്. പക്ഷെ ഖൗലാണല്ലോ ഒന്നുകൂടി പറയാൻ ഏറ്റവും കൂടുതൽ ഉഷാറുള്ളത്. അതുകൊണ്ടാണ് ഖൗല് പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും അള്ളാഹു അറിയും. വേറൊരു വിഷയം കൂടി പറയണ്ട്. ചില വിഷയങ്ങളൊക്കെ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അള്ളാഹു തആല കേൾക്കും. ഉറക്കെ ചെല്ലാനും ഉറക്കെ പറയാനും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. പതുക്കെ ചെയ്യാനും പതുക്കെ പറയാനും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. ഉറക്കെ ഒരാള് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി അവിടെ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോ ചില പള്ളികളിലൊക്കെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഓത്ത് കേൾക്കാനും സൗകര്യത്തിനൊക്കെ മൈക്ക് ഉപയോഗിക്കും. പക്ഷെ ആ മൈക്ക് തന്നെ സലാം വീട്ടിക്കഴിഞ്ഞ് മസ്ബൂക്ക് ആയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ മൈക്കില്ലാതെ ദ്വാരക്കാണ് നല്ലത്. കാരണം അവരെ നിസ്കാരത്തിൻ്റെ തർത്തീബൊക്കെ തെറ്റും. എന്നാ പിന്നെ ഈ ദ്വാ ഉണ്ട് പടുത്ത് തീരുന്ന പടുത്തും തീരൂല്ല ഈ ദ്വാ. അത് മുമ്പാരോ പറഞ്ഞാൽ മുത്തഫരീദ് മുതൽ ബുഖാരി വരെയുള്ള എല്ലാ ദ്വാ ഉണ്ടാവും. അതിൽ ഇതൊന്നും തീർന്നിട്ടെങ്കിലും പോകാതെ ആൾക്കാരെയും വിടൂല. ഇതാണെങ്കിൽ ഹലാക്കിന്റെ പൊട്ടിക്കൽ പൊട്ടിച്ചാൽ പിന്നെ അപ്പുറത്തുള്ള ആള് ഫാത്തിയൊക്കെ എന്തായിപ്പോവും. അപ്പൊ അവിടെ ആ മൈക്ക് ഒഴിവാക്കിയിട്ട് ആണ് ദ്വാരുന്നാൽ മതി, ആൾക്കാർ കേൾക്കും. ഉറക്കെ ദ്വാരക്കേണ്ടതില്ല, പതുക്കെ ദ്വാരുന്നാൽ മതി എന്നാണ് ചില ആൾക്കാരുടെ വാദം. ഓരോരുത്തരും ഇങ്ങനെ സ്വകാര്യമായിട്ട് അല്ലാഹു തആലാനോട് ദ്വാരുന്നാൽ പോരെ. എന്തിനാ ഒരാൾ ഉറക്കെ ദ്വാരുന്ന ബാക്കിയുള്ളവരെ കാമ്യം പറയണത്? അല്ല, ഇമാം ഉറക്കയാക്കണം എന്ന് ദുആ ഉറക്കയാക്കണം എന്ന് പറഞ്ഞിടത്ത് ഫത്ഹുൽ മുഈനിൽ അതുകൊണ്ട് 2 ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മഅ്മൂമീങ്ങളെ ആ ദുആ പഠിപ്പിക്കുക. ആ ഒരു ഭാഗം മാത്രമേ ബിദഅത്തുകാർ പറയുള്ളൂ. അങ്ങനെ പറയുള്ളൂ ഞാൻ പറയാൻ കാരണം, മരണപ്പെട്ടു പോയ ഒരു മൗലവി എഴുതിയ ഷാഫി മദ്ഹബ് പറഞ്ഞൊരു ബുക്കുണ്ട്. ഷാഫി മദ്ഹബ് ഒരു മദ്ഹബും ഇല്ല പോൽക്ക് ഓല് നമുക്ക് പഠിപ്പിച്ച ഷാഫി മദ്ഹബ് എഴുതിയെടുത്ത് ഫത്ഹുൽ മുഈന്റെ ഇബാറത്തെടുത്ത് ഒരു ഭാഗം കട്ട് ചെയ്ത്, അങ്ങനെ കക്കുമല്ലോ, പിന്നെ കക്കലാണ് പൊതുവെ പതിവ്. അയാൾ എഴുതിയിട്ടുണ്ട്, മഅ്മൂമീങ്ങളെ ദുആ പഠിപ്പിക്കാൻ ഒരു 4-5 വക്തിലൊക്കെ ദ്വാരുന്നാൽ പോരെ, പിന്നെ ദ്വാരക്കണം, പിന്നെ ഓരോരുത്തരാണ് ദ്വാരുന്നാൽ പോരെ. അവിടെ അതിനോട് ചേർത്തി ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ ആമീനും കൂടി ഉദ്ദേശിച്ചാൽ ഉറക്കെ ചൊല്ലണം. ആമീൻ ഉദ്ദേശിക്കൽ ഒരിക്കൽ മാത്ര, ആമീൻ എപ്പോഴും ഉദ്ദേശിക്കൂലേ. അതുകൊണ്ട് ഈ ദുആ ഉറക്കെ ചൊല്ലണം, മറ്റുള്ളവർ ആമീൻ എന്ന് പറയാനാണ്. ഉറക്കെ ദ്വാരക്കുന്നത് എന്തിനാ നിങ്ങൾ ഈ ഉറക്കെ ദ്വാരക്കുന്നത്? ഓരോരുത്തരും പതുക്കം ദ്വാരുന്നാൽ അത് കൂടുതൽ ഇഖ്ലാസിന് കാരണമല്ലേ.
ഒരാളിങ്ങനെ ഉറക്ക ദ്വാരക്കുക, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയാം. അതിനേക്കാളും നല്ലത് ഓരോരുത്തരും ദ്വാരക്കല്ലേ? അല്ല, ഇത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഉറക്കയാക്കുന്നത്. മഅ്മൂമീങ്ങളെ ആമീൻ ഇമാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ദുആ ഉറക്ക ചെല്ലുന്നത്. അപ്പം അവരൊക്കെ ആമീൻ 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 എന്ന് പറയും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ദുആയിരുന്നപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ ആമീൻ എന്ന് പറഞ്ഞ പോലെ രണ്ടും ദുആൻ. മഅ്മൂമീങ്ങൾ പറയുന്ന ആമീനും ദുആയാണ്, ഇമാമ് ചൊല്ലുന്ന ദുആന്റെ വാചകങ്ങളും ദുആയാണ്. അപ്പോ അവിടെ പതുക്കെ ഉറക്കെ എന്നുള്ള രണ്ട് ലെവലുണ്ട്. ഖുർആൻ പള്ളിയിൽ വെച്ച് ഓതുമ്പോഴും അവിടെ കിടന്ന് വിശ്രമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നിസ്കരിക്കുന്ന മറ്റൊരാളുണ്ടെങ്കിൽ അവർക്കൊന്നും അതിൽ ഭംഗം വരാൻ പാടില്ല. അവരെ കൂടുതൽ ശ്രദ്ധിക്കണം. ഉറക്ക ദിക്ർ ചൊല്ലി എന്നതുകൊണ്ട് ഇഖ്ലാസ് കുറയൊന്നുമില്ല. ഉറക്ക ചൊല്ലുന്ന സ്വഭാവവും പതുക്കെ ചൊല്ലുന്ന സ്വഭാവം രണ്ടുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം പൊതുവെ പതുക്കെ ചൊല്ലുന്ന സ്വഭാവമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം ഉറക്കെ ചൊല്ലുന്ന സ്വഭാവമാണ്. രണ്ടും കാണുന്ന ജനങ്ങളിൽ കൂട്ടായി ദിക്ർ ചൊല്ലുമ്പോൾ ഉറക്കെ ചെല്ലുന്ന ആൾക്കാരുണ്ടോ, പതുക്കെ ചെല്ലുന്നവരുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉറക്കെ ചെല്ലുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയുള്ള ഉറക്കെ ചെല്ലൽ ചിലപ്പോൾ ആവശ്യമായി വരും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ശൈത്താൻ ആട്ടാനാണ്, അത് ഉറപ്പാ. നമ്മളെ ശബ്ദം കേട്ടാൽ ശൈത്താൻ അടുത്ത് വരിക. ഉമർ റളിയല്ലാഹു അൻഹു നിഴല് കണ്ടാൽ ഓടിപ്പോഴാൻ ശൈത്താൻ ശബ്ദം കേട്ടാൽ എത്ര ദൂരത്ത് കൂടും? ഒന്നതാണ്. രണ്ടാമത് ഈ ഉറക്കന്മാരുടെ ഉറക്കൊക്കെ ഉണർത്താനാണ്, അവൻ വേണ്ടി വരും. കാരണം ആൾക്കാർ ഉറങ്ങുമ്പോൾ ആ ഉറക്കം ഉണർത്താൻ ഉറക്കം ചൊല്ലിയാൽ മറ്റുള്ളവർക്കൊക്കെ ശല്യമാകുമല്ലോ, അപ്പോലും ചൊല്ലിക്കോളും. അപ്പൊ ഇതിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ ചൊല്ലുന്നത് മഹാനവറുകളുടെ തഖ്വയും ഖശിയത്തും കൂടുതലായതുകൊണ്ട് ഖൗഫം മിൻ റിയാ വരുമോ എന്നുള്ള വലിയ പേടി. രണ്ട് രൂപവും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സിർറം വഅലാനിയ, സ്വതക്ക കൊടുക്കുന്നിടത്തും. പരസ്യമായി കൊടുത്തു, പേര് പറഞ്ഞു, ദുആ ചെയ്തു എന്നതുകൊണ്ട് സ്വതക്കയുടെ ഫലം നഷ്ടപ്പെടൂല. ചിലത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം. അതിലൊരു കാരണം കൂടിയുണ്ട്, എന്നാലേ ബാക്കിയുള്ളവർ കൊടുക്കുള്ളൂ. അപ്പോൾ ഒരാൾ നിയ്യത്ത് നന്നാക്കിയിട്ട്, ഉസ്താദെ ഞാൻ എത്രതാ ഒരു 10,000 തരാം. മൂപ്പരങ്ങനെ 10,000 തരാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇവിടുന്ന് തരാം. മൂപ്പര് 10,000 പറയുമ്പോൾ അതിനപ്പുറത്ത് 25,000 കൊടുക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. അയാൾ എങ്ങനെ ഇപ്പോൾ മൂപ്പര് 10,000 കൊടുക്കുമ്പോൾ ഞാൻ മോശമായാൽ അത് അള്ളാഹു തആല എനിക്ക് തന്ന സമ്പത്തിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ഒരു മോശമല്ലേ? അതുകൊണ്ട് ഞാനും എൻ്റെ നിയ്യത്ത് നന്നാക്കിയിട്ട് ഞാനും തരാം 10,000 ആളും പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ ആളെ 10,000 മാതൃകയാക്കിയിട്ട് പിന്നെ എത്ര ആള് അവരെ കൈവൻഷിച്ച് പറയുന്നോ ആദ്യം പറഞ്ഞ ആ കയ്യിൽ ഫലമുണ്ട്, വലിയ കൂലിണ്ട്. ആദ്യം പറഞ്ഞ അയാൾ ആദ്യം പറഞ്ഞു എന്ന നിലയ്ക്ക് ഒരു പ്രത്യേകത അയാൾക്കുണ്ട്. പിന്നെ അയാൾ പറഞ്ഞത് കേട്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ അവരെ കൈവൻഷിച്ച് പറയുന്നത്. അപ്പൊ അതിനത് കാരണമാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് തകരാറുമില്ല. രഹസ്യമായിട്ടാണെങ്കിലോ അങ്ങനെയും കൊടുക്കാം. പരസ്യമായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സ്വതക്കയാണ് സക്കാത്ത്. അത് ബാങ്ക്, അതുപോലെ തന്നെ ശല്യം ചെയ്യാത്ത രൂപത്തിലുള്ള ഓത്ത്, ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരം, വീട്ടിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർ ഉള്ളിൽ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് റൂമിലൊക്കെ ആണെങ്കിൽ അങ്ങനെ, അവിടെയും സഹോദരിമാർ ശബ്ദം ഉയർത്താൻ പാടില്ല, പുരുഷന്മാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേയ്ക്കാൻ പോകുന്ന സഹാബിയോട് പറഞ്ഞു, ഇദാ കുന്ത ഫീ ബാദിയതിക ഔ ഫീ ഗനമിക, നീ ആടിനെ മേയ്ക്കുന്ന മലഞ്ചെരുവിലാണ്, അവിടുന്ന് നിസ്കരിക്കണം, മലന്റെ മുകളിൽ നിന്ന് നിസ്കരിക്കാണ്, അതിനാ ബാങ്ക് കൊടുക്കണം, നാം ഉറക്കനെ കൊടുത്തേക്ക്. അവിടെ ആർക്കും ശല്യമില്ലല്ലോ, ഉറക്കാണ് കൊടുത്തേക്കുന്നത്. ആ ബാങ്കിന്റെ ആ ദൈർഘ്യത്തിന് ജിന്നും ഇൻസും ഹജറും മദറും കല്ലും മുള്ളും മണ്ണും ഒക്കെ സാക്ഷിയാകട്ടെ. അങ്ങനെ ചില അവസ്ഥകളുണ്ട്, ബാങ്കൊക്കെ അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ബാങ്ക് ഉറക്കനെ കൊടുക്കുന്ന ബാങ്ക്. എന്നാൽ രണ്ടാം ജമാഅത്തിന് കൊടുക്കുന്ന ഒരു ബാങ്കാണെങ്കിലോ അത്ര ഉറക്ക വേണ്ടല്ലോ. ഒരു ജമാഅത്ത് നിർവഹിക്കപ്പെട്ട സ്ഥലത്ത് രണ്ടാമത് ബാങ്ക് കൊടുക്കുകയാണ്, ബാങ്ക് ഇഖാമത്തു സുന്നത്തിന്റെ അടുത്ത ജമാഅത്തിനും അത്ര ഒച്ച വേണ്ടല്ലോ, ഒച്ച കുറയണം. അങ്ങനെ വേണ്ടത്. അപ്പോൾ ആളുകളെ ഓത്തുകൂടി അശ്രദ്ധയിലാക്കുന്ന തരത്തിലാകരുത്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ
സൂറത്ത് ഓതുന്ന ഇമാമിനോട് സൂറത്തിൻ്റെ മുമ്പ് ഒരു സൂറത്ത് പതുക്കെ ഓതൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത് മഗ്രിബിനും ഇശായിനൊക്കെ. അത് മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ സൗകര്യത്തിനാണ്. ഇത് അലറുന്ന മൈക്കയിൽ അങ്ങോട്ട് വല്ലുഹാ വല്ലയിൽ ഇങ്ങോട്ട് പൊട്ടിച്ച് വിട്ടാൽ ഒരു പക്ഷേ ഈ ഫാത്തിഹ തീരൂല. കാരണം നല്ല ഈണത്തിലും നല്ല ശ്രുതിയിലും രാഗത്തിലാണെങ്കിൽ ഒരു പക്ഷെ അതിലേക്ക് ഈ ശ്രദ്ധ പോവും. അപ്പം എങ്ങനെ ഓതിയാലും മാലിക് യൗമിദ്ദീനേ ആവുള്ളൂ. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് ഓതണം, പിന്നെ ബാക്കിയുള്ള ഓതണമെങ്കിൽ. അപ്പം അതിന് വകുപ്പാകരുത് എന്ന് കരുതിയിട്ടാണ് ഒന്ന് പതുക്കെ ഓതിയിട്ട് ഉറക്കം ഓതാന്നുള്ളത്. അത് സുന്നത്താ. ഇപ്പം ചിലപ്പോഴൊന്നും സൂറത്ത് തന്നെ ഓതാൻ കിട്ടൂല. മഗ്രിബിലൊക്കെ അങ്ങനെ പതുക്കെ കുറച്ച് നേരം ഓതിയിട്ടില്ലെങ്കിൽ ഇന്നായത്തേനൊക്കെയാണ് ആകെ ഓതണത്. ആ ഓതണ ഇന്നായത്തേനാക്ക വലല്ലാലി നാമിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നായത്തേനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയകുൽ അബ്തർ അല്ലാഹു അക്ബർ. ഈ മാമൂം എന്താ ഓതിണ്ടാകുക? ബിസ്മിയോ? ബിസ്മി അൽഹംദു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം അത് ആ മാമൂമിനൊരു സൗകര്യം കിട്ടാൻ വേണ്ടി ആ ഇന്നായത്തേനാക്ക ഓതിക്കോട്ടെ, തകരാറൊന്നുമില്ല. അതിൻ്റെ മേലുള്ളൊരു സൂറത്തുണ്ടല്ലോ, അതൊന്ന് പതുക്കെ ഇമാം ഓതിക്കോട്ടെ. അത് സുന്നത്താ, പതുക്കെ ഓതിയിട്ട്. കാരണം ഈ ടൈം കാത്തു നിൽക്കും സൂറത്ത് ഓതാൻ. കാത്തുക്കൂലേ? കാത്തുക്കും. കാരണം അപ്പോൾ ഓതാനാണല്ലോ. ഉറക്കി ഓതുന്ന നിസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതുന്നതിനേക്കാളും നല്ലത് ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതലാണ് നല്ലത് എന്നല്ല. ഒരു പക്ഷം പണ്ഡിതന്മാർ അങ്ങനെ ഓതാവൂ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം അത് പരിഗണിച്ചുകൊണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം കാത്തുക്കുമ്പോൾ ബാക്കിയുള്ളവരെ കാത്തുക്കാൻ ഇമാമിന് നേരല്ലേ പിന്നെ എന്താട്ട? പിന്നെ ഇമാമാണ് കൂട്ടിക്കോട്ടെ എന്ന് എഴുതേണ്ടി വരും പിന്നെ ഫാത്തിഹ ഒന്നായിട്ട്. അപ്പം അതങ്ങനല്ല വേണ്ടത്. അത് കുറച്ച് ചെറിയൊരു വെയിറ്റ് വേണം അവിടെ. അത് പെട്ടെന്ന് ഓതി തീർന്നാൽ ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രിയിലെ മഗ്രിബിന് ഓതേണ്ടത് കുല്യാൽ കാഫിറൂനും ഇഖ്ലാസും ആണല്ലോ. ഇഖ്ലാസ് ചെറിയ സൂറത്ത് 4 ആയത്തല്ലേ ഉള്ളൂ. അപ്പം അത് ഓതുന്ന ഒരാൾ എത്ര പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും? വലല്ലാലിന്ന് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ആണ് പോയി. അപ്പോൾ ഒരു പക്ഷേ ഈ ഇമാമിനെ പെട്ടെന്ന് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മഅ്മൂമ് ബാക്കിയുള്ള ഫാത്തിഹ ഒന്നായിട്ട് കൂട്ടിക്കൊയമ്പിച്ച് ഒരു ഓത്തണ്ട് ഓതിട്ട് ഒരൊറ്റ പോക്കാണ് പോകും. അപ്പം അതിൻ്റെ ഒരു സബബും ഈ വിഷയം മനസ്സിലാക്കാത്ത ഇമാമായി മാറും. അപ്പം ഇമാം എന്ത് ചെയ്യണം? അവിടെ കുൽഹുവല്ല ഓതുന്നതിന് മുമ്പ് ഒരു തബ്ബത്തില്ലേ, ആ തബ്ബത്ത് പതുക്കെ ഓതുക. കുൽഹുവല്ല തന്നെയല്ലേ ഓതണ്ടേ? അതിന് മുമ്പുള്ള സൂറത്ത് തബ്ബത്ത് യദാ അബീ ലഹബ് എന്നുള്ള സൂറത്ത് പതുക്കെ ഓതുക. ആ സൂറത്ത് പതുക്കെ ഇങ്ങനെ ഓതി വരുമ്പോൾ ഫാത്തിഹ ഏകദേശം ഒരു പൗതി മുക്കാലായി. പിന്നെ ഈ ഇഖ്ലാസ് ഓതുമ്പോഴേക്ക് ഫാത്തിഹ തീർന്നിട്ടു. അത് കിട്ടാത്തോലെ ആവർത്തിക്കേണ്ടതാണ്. കിട്ടണോലെ ആവർത്തിക്കരുത്. സൂറത്ത് ഓതാൻ കിട്ടണോല് ആവർത്തിക്കരുത്. കിട്ടാത്തോല് ഫാത്തിഹ ആവർത്തിച്ചോട്ടെ. മറ്റേത് എപ്പോഴും ഇങ്ങനെ ഫാത്തിഹ 2 ഓതിയാൽ പള്ളി മാറി പിടിക്കും ആൾക്കാർ. ഇതിപ്പോൾ ഫാത്തിഹയിലുള്ളൂ. ഇവിടെ ഇഖ്ലാസും ഇല്ല, സൂറത്തും ഇല്ല. ആ പ്രശ്നമൊന്നുമില്ല. ഖൗലിയായ ഫർളായിട്ടല്ല അത് സുന്നത്തിൻ്റെ നിയത്തിനാണ്. ഇപ്പോൾ ഒരു ഫാത്തിഹ ഓതാനും മറ്റു സൂറത്തൊന്നും ഓതാനും അറിയാത്ത ഒരാൾ ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ, അയാൾക്കൊരു സൂറത്ത് ഓതാനൊന്നും അറിയില്ല. എന്നാൽ ഒരു ബിസ്മി അയാൾ ഓതിക്കോട്ടെ. ആ ബിസ്മി ഈ ഫാത്തിഹൻ്റെ ബിസ്മി അല്ലാത്ത ബിസ്മിയാണ്. ഒരായത്ത് എന്നുള്ള പരിഗണനയ്ക്ക് ഒരു സുന്നത്തിൻ്റെ ഒരു ആയത്ത് നിന്ന് കിട്ടാൻ ഒരു ബിസ്മിയാണ് ഓതാൻ, ആ ബിസ്മി ഓതിക്കോട്ടെ എന്നാണ്. സൂറത്ത് ചെറിയ സൂറത്ത് ഓതാൻ അറിവുള്ളവരൊക്കെ അത് ഓതണം. ഞാൻ പറഞ്ഞു വന്നത് അവിടെ തിരക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഇടങ്ങേറാക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നോക്ക്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഹല്ലത്താക്കിയൊക്കെ ഓതുമ്പോൾ കുറച്ച് ഭാഗം പതുക്കെ ഓതിയിട്ട് ബാക്കി ഓതുക എന്നുള്ള ആ ഒരു സംവിധാനം ഉണ്ട്. അങ്ങനെ ഓതിയാലും സബ്ബിഹിസ്മൻ്റെ കൂലി കിട്ടും, കുറച്ച് പതുക്കെയും കുറച്ച് ഉറക്കം ഓതിയാലും. പക്ഷെ ആ പതുക്കെ ഓതുന്നതിലോടുള്ള ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ മഅ്മൂമീങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഫാത്തിഹ ഓതാൻ പറ്റും. ഇനി ആ സബ്ബിഹിസ്മൻ്റെ മുമ്പുള്ള വസമായ വത്വാരിക്കാണോ ഓതാൻ അത് ഓതാ, എന്നിട്ട് സബ്ബിഹിസ്മ ഉറക്കനെ ഓതും ചെയ്യുക ഫുള്ളായിട്ട്, കുഴപ്പമില്ല. അപ്പോഴും കിട്ടും ഫാത്തിഹ. ഇത് നല്ല രാഗത്തോടെ ശ്രുതിയോടെ ഈണത്തോടെ അങ്ങോട്ട് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓതിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾ പിന്നെ അയാൾക്ക് ഫാത്തിഹ ഒരു നിലക്കും പൂർത്തീകരിക്കാൻ കഴിയാതെ വരും. കാരണം ഒരു പക്ഷേ ആൾ ഈ ഓത്ത് ശ്രദ്ധിക്കും, ഓത്ത് കുറച്ച് മട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഓത്ത് ശ്രദ്ധിക്കല്ല ശ്രദ്ധിപ്പിക്കും.
ശ്രദ്ധിപ്പിക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും നല്ല ഒച്ചത്തിലും ഇയാളെ കാതിൽ ഇതിങ്ങോട്ട് വന്ന് തറക്കണോണ്ട് വേറൊന്നും ഓതാൻ ഇയാൾക്ക് സംവിധാനമല്ല. അങ്ങനെ ആകുമ്പോൾ സബ്ബീസ്മൻ്റെ അത്രയും തോന്നെ 19 ആയത്തുകൾ ഓതി തീർന്നാലും ഫാത്തിഹ തീരാതെ വരും. അതിനാണ് മാമൂമിന് അതിന് മുമ്പൊന്ന് പതുക്കെ ഓതൽ സുന്നത്തുണ്ട് എന്നുള്ള ആ ഒരവസ്ഥ വന്നത്. അതങ്ങനെ സ്വീകരിച്ചത്. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പതുക്കെ ഓതുന്നതും ഉറക്കെ ഓതുന്നതും ശ്രദ്ധിക്കണം. 2 ആളും 3 ആളൊക്കെയാണ് നിസ്കാരത്തിനുള്ളതെങ്കിൽ ഈ മൈക്കെടുത്ത് ഇടങ്ങേറാക്കേണ്ട ആവശ്യമില്ല. അവിടെ ഉള്ള ഒച്ചത്തിൽ ഓതിയാൽ മതി. എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടാക്കേണ്ട? പുറത്തുള്ള അയലക്കാരൊന്നും ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെ ഉള്ള ഒച്ചത്തിൽ ആൾക്കാർ ഓതിയാൽ മതി. കുറേ ആളൊക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കാത്തൊരവസ്ഥ വരണ്ടെന്ന് എഴുതിയിട്ട് ഉറക്കെ ഓതണം. എങ്ങനെ ഓതിയാലും എങ്ങനെ ചൊല്ലിയാലും അല്ലാഹു തആല അറിയും എന്നുള്ള ഒരു മനോഭാവം എപ്പോഴും ഉണ്ടാകണം. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. എക്കോ കുറക്കാൻ നല്ലത്. ഒത്തിരി ഒരു തശ്വീഷ് വരാതെക്കാൻ കഴിവിൻ്റെ പരമാവധി കുറച്ച് ഒറ്റ സൗണ്ടിൽ വെക്കാൻ നല്ലത്. അല്ലെങ്കിൽ ആ ഓത്ത് തീരൂലല്ലോ. ആ ഓത്ത് അങ്ങനെ അവിടുത്തെ മുഴക്കം കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കുറക്കാണ് ഏറ്റവും നല്ലത്, ഒരു വസ്വാസ് വരാതെക്കാൻ. അപ്പോൾ ഏത് കാര്യം ഉറക്കെ പതുക്കെ എങ്ങനെ വന്നാലും ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അല്ലാഹു തആലാന്റെ ഇൽമ് അത് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഇൽമ് അത് ചെറിയ ഇൽമല്ല. മനസ്സിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും കണ്ടെത്താനുള്ള, ഒരു മറകൂടാതെ കണ്ടെത്താനുള്ള കഴിവ്, നോക്കിയിട്ട് കണ്ടെത്തണമെന്നില്ല, നോക്കാതെയും നിരീക്ഷിക്കാതെയും ഒക്കെ കണ്ടെത്താനുള്ള കഴിവ് അല്ലാഹു തആലാന്റെ ഇൽമാണ്. ഏത് നിലക്കും ബന്ധപ്പെട്ട ഇൽമാണ്. ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ മാധ്യമമാക്കിയിട്ടുള്ള ഒരു ഇൽമ് അല്ലാഹു തആലാന്റെ ഇൽമല്ല. അത് മഖ്ലൂക്കിന്റെ ഇൽമാണ്. ആളെ കണ്ടിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടോ വേറെന്തുണ്ടെങ്കിലും പകർത്തിയിട്ടൊക്കെ ഉള്ള ഇൽമ്. റബ്ബ് തആലാന്റെ ഇൽമ് അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഒരേ നിലക്കായതുകൊണ്ട്, മാറ്റമില്ലാത്തത് കൊണ്ട് അള്ളാഹു അറിയും എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം. ഇനി അറിയും എന്നതിന് തെളിവാണ് 14-ാമത്തെ ആയത്ത്. വലിയ തെളിവ് പറയാം. അള്ളാഹ് അറിയോ? എല്ലാം അറിയോ? എല്ലാം അറിയും. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ അറിയണേ, യഅലമു മൻ ഖലഖ്, യഅലമു അറിയും, മൻ ഖലഖ് ആരാണോ പടച്ചവൻ അവൻ അറിയും. നമ്മളും അറിയില്ലേ? അത് ഞാൻ ഉണ്ടാക്കിയ സാധനം, അതിൻ്റെ കപ്പാസിറ്റി എനിക്കറിയാം. കമ്പനി പറയൂലേ അതിന് എത്ര ഉണ്ട്, എത്ര വാല്യൂ ഉണ്ട്, എത്ര ഉണ്ട്, എത്ര അതിന് ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അതാര് പറയും? കമ്പനി പറയും. ഇവിടെ നമ്മളെപ്പറ്റി ഏറ്റവും ഇൽമു ഉണ്ടാവേണ്ടതും ഉള്ളതും ആർക്കാണ്? നമ്മൾ ആരാണോ ഖൽഖ് ചെയ്തത്, ഖാലിഖല്ലേ. ഖാലിഖ് അറിയും എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. അലാ അറിയണേ, യഅലമു മൻ ഖലഖ് സൃഷ്ടിച്ചവൻ, സംവിധാനിച്ചവൻ അവൻ അറിയും. നിങ്ങൾ സാധാരണ ഒരു വസ്തുവിനെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ ആ വിഷയം അറിയുന്നത് പോലെ, നിങ്ങൾ ആ വിഷയത്തെ പറ്റിയുള്ള വ്യക്തമായ അറിവ് നിങ്ങൾക്കുള്ളതുപോലെ റബ്ബ് തആല അവനാണല്ലോ പടച്ചത്. അതുകൊണ്ട് തന്നെ എത്ര സൃഷ്ടികളെ പടച്ചിട്ടുണ്ട് അത് അല്ലാഹു തആലക്കറിയും. ഒരു കമ്പനിയോട് നമ്മൾ പോയി ചോദിക്കുക, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉപകരണം, ഒരു മെഷീൻ, അത് എത്ര ഉണ്ടാക്കി? അപ്പോൾ അവർ അടിച്ചു നോക്കുകയാണ് അവരെ കമ്പ്യൂട്ടറിൽ. അടിച്ചിട്ട് അവർ പറഞ്ഞു, ഇപ്പം അതിന് 10ാമത്തെ എഡിഷനാണ്. ഞങ്ങൾ ഓരോ എഡിഷനിലും ഒരു 10,000 10,000 വീതം ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് എത്രണ്ണം ചിലവായി? അതിനവർ മറ്റൊരു ബെല്ലടിക്കുന്നു, മറ്റൊരു സ്വിച്ച് നിൽക്കുന്നു, ഇത്ര ചിലവായി. എത്ര എണ്ണം ഗ്യാരണ്ടിയിൽ മാറ്റിക്കൊടുത്തു, അതൊക്കെ പറയുന്നു. എങ്കിൽ അല്ലാഹു തആലാന്റെ ഇൽമു നോക്കി എന്തെല്ലാം അല്ലാഹു പടച്ചിട്ടുണ്ട്, ആരെയെല്ലാം അല്ലാഹു പടച്ചിട്ടുണ്ട്. അല്ലാഹു പടച്ച വസ്തുക്കളെ പോലും കൃത്യമാക്കാൻ നമുക്ക് കഴിവില്ല. നമുക്കുണ്ടോ കഴിവ്? ലോകത്താർക്കെങ്കിലും ഉണ്ടോ കഴിവ്? അതുകൊണ്ടല്ലേ നമ്മൾ യാസീൻ ഓതുന്നത്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹ് പടച്ചതിൽ നമുക്കറിയാത്ത എത്രയുണ്ട്? അല്ലാഹു തആല പടച്ച ഇണകളിൽ നമുക്കറിയാത്ത എത്രയുണ്ട്? ഖലഖൽ അസ്വാജ കുല്ലഹ,
എല്ലാ ഇണകളെയും എല്ലാ ഐറ്റംസുകളെയും ഹൽക്ക് ചെയ്ത അല്ലാഹു തആല അത് ജോഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോന്നിനും അല്ലാഹു വെച്ചിട്ടുണ്ട്. ഞരമ്പുകൾ പോലും ഒരു ഞരമ്പിനോട് ഒത്തൊരു ഞരമ്പ് അപ്പുറത്തുണ്ട് അല്ലേ? ചിലതൊക്കെ പറയില്ലേ, ഒന്ന് വീക്കായാലും മറ്റേ ശക്തി കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒന്ന് വീക്കാണ് കേട്ടോ, പക്ഷെ മറ്റേന് പവർഫുൾ ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോകാന്നറിയില്ലേ? കാഴ്ചയില്ലാത്ത ആൾക്കും അല്ലാഹു തആല ബസ്വാറത്ത് നൽകിയിട്ടുണ്ട്, ഉൾക്കാഴ്ച. അത് വേറൊരു കാഴ്ചയാണ്. കാഴ്ച ഉണ്ടെങ്കിലും ഉണ്ടാകേണ്ട കാഴ്ചയാണ് ഉൾക്കാഴ്ച. കാഴ്ച ഇല്ലാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും ബസ് മാറിക്കയറിയ അനുഭവം ഉണ്ടോ? കാഴ്ച ഉള്ളവർക്കുണ്ട്, ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ്. കയറി ഇങ്ങനെ ഇരുന്ന് മൂപ്പര്. അപ്പോൾ കണ്ടക്ടർ ഒന്ന് ചോദിച്ചു, നിങ്ങൾ എടുക്കുക? ഞാൻ കോഴിക്കോടുക്കോ? ഇത് തിരുവമ്പാടിക്കുള്ള ബസ്സാണല്ലോ. കോഴിക്കോടുള്ള ബസ് അതാ. അതാ. അപ്പോൾ ഈ ഫുലാനത് ഇരിക്കാണെങ്കിൽ ഇതിൻ്റെ 25 മിനിറ്റ് ആയിരുന്നു. അതാ. നായിൽ പോയി കയറുക. അതേ സമയത്ത് നിങ്ങൾ നോക്കി, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത അയാള് മാറിക്കയറൂല. അയാൾ കറക്റ്റ് അയാളെ ബസ്സിൽ തന്നെ. എങ്ങനെ ഇപ്പം അയാളെ ബസ്സിൽ അയാൾ എത്തിയത്? ഇനിയിപ്പോൾ അയാൾക്ക് മാറ്റി പറഞ്ഞു നിർത്തിയുള്ളൂ, എന്നാലും അയാൾ മാറിക്കയറൂല. അപ്പോൾ ഒരു ബസാറത്ത്, ഒരു ഉൾക്കാഴ്ച അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. കാഴ്ച ഇല്ലെങ്കിലും ഒരു ഉൾക്കാഴ്ച, അതല്ലേ വലുത്. ഓരോന്നിനുള്ള അങ്ങനെ കഴിവുണ്ടല്ലോ. നമ്മൾ വ്യക്തമായിട്ട് ചില കഴിവില്ലെങ്കിലും സ്വകാര്യമായ ചില കഴിവുണ്ട്. അല്ലാഹു തആലാന്റെ ഖൽഖ് നോക്ക് നിങ്ങൾ. അല്ലാഹു തആലാന്റെ സൃഷ്ടിപ്പ് എത്രമാത്രം വലിയ സൗന്ദര്യമുള്ള സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് എന്തൊരാൾ ചിന്തിക്കും, എന്തൊരാൾ മനസ്സിലാക്കും, എന്തൊരാൾ മനസ്സിൽ വെക്കും, എന്തൊരാൾ സ്വകാര്യം പറയും, എന്തെല്ലാം സ്വകാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളെ മനസ്സിലൊക്കെ ഇപ്പം എത്ര സ്വകാര്യമുണ്ട്. വരട്ടെ, സമയം വരട്ടെ, അപ്പം നമ്മൾ മുതലാക്ക. എത്ര കാത്തുക്കുണ്ട്, ഒരു ചാൻസ് വരട്ടെ, അവിടെ നമ്മൾ കാച്ചും. എത്ര നമ്മൾ കാത്തുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ വ്യക്തമായ കണക്ക്. അലാ യഅലമു മൻ ഖലഖ്, നമ്മളെ പടച്ചവൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എത്രയാൾ സൂക്ഷിക്കും, എത്ര കാര്യങ്ങൾ ഇയാൾ പരസ്യപ്പെടുത്തും, എത്ര കാര്യങ്ങൾ ഇയാൾ ഉറക്കെ പറയും, എത്ര കാര്യങ്ങൾ പതുക്കെ പറയും, അത് ഖാലിഖായ റബ്ബ് അറിയും. കാരണം അങ്ങനെ അല്ലാതെ പറ്റൂലല്ലോ. ഖൽഖ് ചെയ്തവൻ അവനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളും പുറവും അവൻ അറിയും. ഉള്ളും പുറവും അവൻ അറിയും. എന്നിട്ട് അള്ളാഹു അതൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാണ്. ഇനി നിഷേധിക്കണ്ട, തഅ്കീദ് ചെയ്ത് പറയാണ്, വഹുവൽ ലത്തീഫുൽ ഖബീർ. അതാ പറഞ്ഞ വിഷയത്തെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാണ്. അള്ളാഹു ലത്തീഫും ഖബീറുമാണ്. നിങ്ങൾ നോക്ക്, മഹാന്മാരെ കഴിവന്നെ എന്ത് വലിയ കഴിവാ, അവരറിവന്നെ എന്ത് വലിയ അറിവാ. ഒരു ഉസ്താദിൻ്റെയോട് ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ, നിങ്ങളെടുത്തുള്ള ഇസ്മുല്ലാദം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. നിങ്ങളെടുത്തുള്ള ഇസ്മുല്ലാദം, നിങ്ങളെടുത്ത് ഇസ്മുല്ലാദം ഉണ്ടെന്ന് പല ഉസ്താദുമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ കാണാൻ വരുന്ന വലിയ പഴയ കാലത്ത് ജീവിച്ച വലിയൊരു മഹാനാണ്. കാണാൻ വരുന്ന ഒരുപാട് ഷേഖന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളടുത്ത് ഇസ്മുല്ലാദം ഉണ്ട്. ഇസ്മുല്ലാദം വലിയൊരു സംഗതിയല്ലേ. അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുല്ലാദം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അസ്മാഉൽ ഹുസ്നക്ക് വലിയ പവർ. ഇസ്മുല്ലാദം ഹഖീഖത്തൻ ഒരാൾ അറിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇസ്മുല്ലാദം അങ്ങനെ ഹഖീഖത്തൻ അറിയുന്ന ഒരാൾ, അയാളെ കൽബ് ഏറ്റവും നല്ല കൽബായിരിക്കും. നമ്മളെ കൽബ് നല്ല കൽബല്ലെങ്കിൽ നമുക്ക് ഇനി അതറിയാൻ ഇനി സമയമുണ്ട്, ആയിട്ടില്ല. ഇസ്മുല്ലാദം അറിയുന്ന ഒരാളെ കൽബ് എത്ര നല്ല കൽബാരങ്ങൾ. ഉസ്താദ്, നിങ്ങൾ ഇസ്മുല്ലാദം എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. നിങ്ങളടുത്ത് ഉണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഉസ്താദിനെ കാണാൻ വേണ്ടി, ഈ ഷെയ്ഖിനെ കാണാൻ വേണ്ടി വരുന്ന എല്ലാ ഉസ്താദുമാരും ശിഷ്യനോട് പറയും, പിന്നെ ഉസ്താദിനെ വിടണ്ട കേട്ടോ, മൂർക്കി പിടിച്ചോളൂ. ഉസ്താദിനെ വിട്ട് വേറെ ഒർക്കും പോകണം കേട്ടോ, നിങ്ങൾ ഉസ്താദിനടുത്ത് ഇസ്മുല്ലാദുണ്ട്, ഇസ്മുല്ലാദുണ്ട്. അപ്പോൾ ഈ ശിഷ്യനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉസ്താദ് പറയും, തര സമയമില്ല. ഇയാളിങ്ങനെ പിന്നെയും ആവർത്തിച്ച് ചോദിക്കും, നിനക്ക് ടൈം ആയില്ല, ടൈം ആകുമ്പോൾ തരും. അല്ല ഉസ്താദ്, ഞാൻ എത്ര കാലമായി ഇവിടെ, എത്ര കൊല്ലായി. ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല, എത്ര കൊല്ലായി. അപ്പോൾ ആ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ഉസ്താദ് പറഞ്ഞു, എന്നാ മോനെ, നിന്നെ ഞാൻ ഒരു ചെറിയൊരു പരിശോധന, ആ പരിശോധനയിൽ നീ ജയിച്ചു എന്ന് കണ്ടാൽ നിനക്ക് ഞാൻ തരും. അങ്ങനെ ആ ഉസ്താദ് ഒരു പെട്ടിയിൽ
ഒരു സാധനം ഇട്ട് പൊതിഞ്ഞ് ഭദ്രമായി കെട്ടിയിട്ട് പറഞ്ഞു, മോനെ ഈ പെട്ടി ഇത് തുറക്കാൻ പാടില്ല, തുറക്കാതെ വേറൊരു ഉസ്താദിനെ പറഞ്ഞു ആ ഉസ്താദിനെ എടുത്ത് കൊണ്ടേ കൊടുക്കണം. ഇത് തുറക്കരുത് കേട്ടോ, തുറന്നോക്കാൻ പാടില്ല, തുറന്നു നോക്കരുത്. അങ്ങനെ ഈ കുട്ടി ഈ പെട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്, ഈ ശിഷ്യൻ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോഴൊക്കെ മനസ്സിൽ അങ്ങനെയാണല്ലോ, വേറെ ഉള്ളവർക്ക് വന്ന കത്ത് സ്വകാര്യമാണ്, വായിക്കാൻ പാടില്ല അറിയില്ലേ. അതേപോലെ അത് പഴയ കാലത്ത് അങ്ങനെയാണ്. കാർഡിലാണെങ്കിൽ ആൾക്കാർ വായിക്കാനാ പരസ്യ, സ്വകാര്യമില്ല. ഇൻലൻഡിലാണെങ്കിൽ വായിക്കൂലല്ലോ, ഇമെയിലൊക്കെ എങ്ങനെ പോകും. ഇതിങ്ങനെ മുറുക്കെ പിടിച്ച് പെട്ടിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ശിഷ്യന് തോന്നി, ഒന്ന് തുറന്നു നോക്കിയിട്ട് പിന്നെ അടച്ചാലോ, അങ്ങനെ തന്നെ അടച്ചാൽ അങ്ങനെ അടക്കാൻ കഴിയോ? ഇത് സാധനം പൊട്ടിച്ചാൽ പിന്നെ പഴയ പോലെ അടക്കാൻ കഴിയോ? എങ്ങനെ എത്ര വിദഗ്ധനാണെങ്കിലും ഇതൊന്ന് തുറന്നാൽ പിന്നെ അങ്ങനെ അടക്കാൻ കഴിയോ? അത് കഴിയൂല. അങ്ങനെ കഴിയുന്നത് അത് പിന്നെ രണ്ടാമത്തെ വേറെയാണ്, എന്തെങ്കിലും ഒരു മാറ്റമില്ലാതെ അടക്കാനും കഴിയൂല. അതങ്ങനെ ഉണ്ടാകുക. അത് വേറൊരാളോ ഒപ്പ് നമ്മളിട്ട് കൊടുത്താൽ അങ്ങനെ ഉണ്ടാകുക. അതെങ്ങനെങ്കിലും ഒരു കോർങ്ങിടയിലുണ്ടാവും. അത് അയാൾക്കാണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയാം. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ആ മാറ്റം ശരിക്ക് സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ വെച്ചാൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഈ കുട്ടീൻ്റെ മനസ്സിങ്ങനെ മന്ത്രിക്കാണ്, ഒന്ന് തുറന്നാലോ. അങ്ങനെ ആ കുട്ടി പതുക്കെ തുറന്നു. പതുക്കെ ഈ പെട്ടി ഇങ്ങനെ തുറന്നപ്പോൾ ഈ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെരിച്ചായി ചാട്ടം ചാടിയാൻ പോയി. അപ്പൊ ഈ കുട്ടി ചിന്തിച്ചു, പടച്ചോനെ എൻ്റെ ഉസ്താദ് മറ്റേക്ക് സംഭാവനയായിട്ട് തന്ന പെരിച്ചായിനെ എന്താ ഇത് സംഭവം? എൻ്റെ ഉസ്താദ് കാര്യപ്പെട്ട ഉസ്താദ് മറ്റേക്ക് സംഭാവനയായിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് കാര്യമായിട്ട് പോയി നിന്ന് പെരിച്ചായിനെ എന്താ പുതുസം? പെരിച്ചായി തന്നെ കിട്ടിയില്ല. പെരിച്ചായോട് കിട്ടര്, പെരിച്ചായി പോണ പോക്കിന് പിന്നാലോട്ട് അതിനെ കിട്ടര് പോയി. ഇനിയിപ്പോ ഏതായാലും ഈ പെട്ടി അവിടെ എത്തിക്കണ്ടേ? ആ പെട്ടി ശരിക്കും ഇങ്ങനെ വളരെ പണിപ്പെട്ട്, കാരണം തെറ്റാൻ പാടില്ല, അങ്ങനെ തന്നെ പൊതിഞ്ഞ് ഭദ്രാക്കി ഈ പെട്ടിയും താങ്ങി പിടിച്ച് മറ്റേ ഉസ്താദ് ഇങ്ങനെ ചെല്ലുമ്പോ കണ്ട പാടൻ ഉസ്താദ് പറഞ്ഞു, മോനെ പെരിച്ചായി ചാടിപ്പോയി. അപ്പൊ ഈ കുട്ടിക്ക് പെരിച്ചായിനെ പെട്ടിയിലുണ്ട്. കാരണം ഈ ഉസ്താദ് പറഞ്ഞല്ലോ പെരിച്ചായി ചാടിപ്പോയി. പെട്ടിയിൽ ഇപ്പൊ എന്താണ് പെരിച്ചായെന്ന് ഉറച്ചു. പക്ഷെ പെരിച്ചായി ചാടിപ്പോയി നീ കുട്ടിയെ കണ്ടപാടെ പെട്ടി കൊടുത്തിട്ടില്ല. കണ്ടപാടെ മറ്റേ ഉസ്താദ് പറഞ്ഞെങ്കിൽ ഈ പെട്ടിയും ഈ പെട്ടി കൊടുത്തയച്ചാളും ഈ പെട്ടി തുറന്നതും പെരിച്ചായി ചാടിയതും എങ്ങനെ അറിഞ്ഞു? അവിടെയാണ് ഇൽമ്. എങ്ങനെ അറിഞ്ഞു? പെരിച്ചായി ചാടിയില്ലേ? ചാടി. അങ്ങനെ ആ കുട്ടി തിരിച്ച് മറ്റേ ഉസ്താദ് ചെന്നു, ഈ പെട്ടി തുറന്നുല്ലേ? ഉസ്താദെ ഞാൻ പെട്ടി തുറന്നപ്പോ പെരിച്ചായി ആണല്ലോ ചാടിയത്. എടാ ഹവാനെ, പെട്ടി തുറന്നപ്പോ പെരിച്ചായി ചാടിയത്. പെരിച്ചായി നിന്റെ ഹവയാണ്, നിന്റെ ഹവ, നിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന നിന്റെ ഇച്ഛയാണത്. നിന്റെ ഹവയെ, ഹവൻ നഫ്സിനെ ഞാനൊന്ന് പിടിച്ച് കൂട്ടിലാക്കി നോക്കി, പക്ഷേ നീ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അമാനത്താകുന്ന ഇസ്മുൽ ആലം നിനക്ക് തരാൻ പറ്റൂല. ആയിട്ടില്ല അതിനൊന്നും. നിനക്ക് എത്ര നീ കീഴ്പ്പെട്ട് കിട്ടണം? അതാണ് വാരിക്കോരി കൊടുക്കല്ല. അതിന് എത്ര നീ നന്നാകണം എന്നറിയോ? കുറെ കാലമായി നിന്നെ ഞാൻ എൻ്റെ അടുത്ത് നിർത്തിയിട്ട്, പക്ഷെ നീ നന്നായില്ല. നീ അങ്ങനെ നന്നായി എന്നൊക്കെ വാദങ്ങളും കുറെ അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി നോക്കുമ്പോൾ ഞാനൊന്ന് പരിശോധിച്ചാണ് തോറ്റുപോയി. ഇനി നീ പഴയ കാലം അത്ര നിന്നോ അത്രയും കാലം ആവർത്തിച്ച് വരണം, എന്നിട്ട് നന്നാകോ നോക്കട്ടെ, എന്നിട്ട് തരാം. അതിനെത്ര കഴിയണം? എത്ര കഴിയണം അതിന്? 20 കൊല്ലം സ്വന്തം ഉസ്താദിന്റെ കൂടെ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി നടന്നവരുണ്ട്. 20 കൊല്ലം. അപ്പൊ എന്തിനാ അങ്ങനെ നടന്നു വെച്ച് നോക്കുമ്പോൾ, ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ചോദിക്കാൻ പറ്റൂല എന്നൊരു ഹൗഫ്. ചോദിച്ചാൽ ഇപ്പോൾ സത്യത്തിൽ ഉസ്താദിന് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമോ, നമ്മൾ ആ ചോദ്യം കൊണ്ട് എന്തെങ്കിലും തിരിച്ച് പ്രതികരണം ശരിയാകാതെ വരുമോ, ഇപ്പോൾ ചോദിക്കണ്ട. അങ്ങനെ എന്തേ 20 കൊല്ലം ചോദിക്കാതിരുന്നേന്ന് ഉസ്താദ് ചോദിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ നിങ്ങളോടുള്ള ഹൈബത്ത് കൊണ്ട്, ബഹുമാനത്തിന്റെ ആ ഒരു പേടി കൊണ്ട് ഞാൻ അങ്ങനെ മാറി നിന്നതാണ്. എന്നാ മോനെ ഞാൻ എനിക്കെല്ലാം തന്നു. ഇത്രയും 20 കൊല്ലം എന്നോട് അങ്ങനെ ഒരു ഹൈബത്ത്, ഒരു പേടി നിനക്കുണ്ടായോ?
നിനക്ക് ഞാനൊക്കെ തന്നു, എല്ലാ ഇൽമും തന്നു, നീ പോയിക്കോ, ഇനി എല്ലാ ഇൽമും നിനക്ക് തന്നു. സ്വകാര്യങ്ങളൊക്കെ അറിയാനുള്ള കഴിവേ ചെറിയ കഴിവല്ല, അത് ഖൽബുമായുള്ള ബന്ധപ്പെട്ടതാണ്. ഔലിയാക്കളെ ഇൽമന്നെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ, അമ്പിയാക്കളെ ഇൽമന്നെ കൂട്ടി നോക്കുമ്പോൾ അതിലപ്പുറമുള്ള ഇൽമ നോക്ക് നിങ്ങൾ എത്ര വലുതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെടുത്ത് വന്ന് എൻ്റെ മോളെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ ഈലാനി ഷെയ്ഖ് പറഞ്ഞു, നിങ്ങളെ മോളെ ജിന്ന് കട്ടുകൊണ്ടേതാണ്, അതുകൊണ്ട് സ്ഥലം പറഞ്ഞു കൊടുത്തു, ഒരു മല, ആ മലൻ്റെ മേലേക്ക് പോവുക, ഇപ്പം തന്നെ പോയിക്കോളി, രാത്രി അവിടെ എത്താൻ. അവിടെ എത്തുമ്പോൾ നിങ്ങൾ കാണും, ആ കൂട്ടത്തിൽ നേതാവ് ആരാന്ന് ചോദിക്കുക, നേതാവിനോട് പറയാം ഞാൻ പറഞ്ഞതാണ് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആളെ തരും. ഏതോ ഒരു ജിന്ന് കട്ടുകൊണ്ടുപോയ ഈ ഇൽമ് അനുമാനം പറഞ്ഞാണ് ഈ പൊളിയിലെ പൊളിയും. ഈ ശിഷ്യൻ പോയി മലന്റെ മേലെ കയറി, അവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും കോലങ്ങളൊക്കെ ഉണ്ട്, മനുഷ്യക്കോലത്തിലും അല്ലാത്ത കോലത്തിലൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നേതാവിനെ ചോദിച്ചപ്പോൾ നേതാവുണ്ട് അവിടെ വലിയൊരു കസേര ഇരിക്കണം, സലാം പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു, ഞാൻ ഷെയ്ഖ് ജീലാനി പറഞ്ഞാളാ. ഉടനെ എണീറ്റു, ഷെയ്ഖ് ജീലാൻ നമ്മളെ ഷെയ്ഖ്, ഇവിടെ ഇരിക്കും, ഷെയ്ഖ് ജീലാൻ നിങ്ങളെ പറഞ്ഞാളാ, ഷെയ്ഖുൽ ഇൻസി വൽ ജിന്നാണ്, നിങ്ങളെ മാത്രം ഷെയ്ഖ് അല്ല, ഞങ്ങളെ ഷെയ്ഖാണ്, ഇവിടെ ഇരിക്കുക. എന്തേ വന്നത്, എൻ്റെ മോളെ കാണാനല്ല, ഞങ്ങളെ കൂട്ടത്തിൽ ആരും എടുത്തുകൊണ്ടോന്നാണെന്ന് പറഞ്ഞു, കട്ടുകൊണ്ടോന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അനൗൺസ്മെന്റ് ചെയ്തു, ആള് വന്നു, മകളെ തിരിച്ചു കൊടുത്തു. ഇയാളെ സാന്നിധ്യത്തിൽ തന്നെ അയാളെ കൈമുറിക്കപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ചിന്തിച്ചാൽ അവരെ ഇൽമ, അവരെ ഖൽബിലുള്ള ഇൽമ എത്ര വലിയ ഇൽമാണ്. ഇതിപ്പം മഖ്ലൂക്കിന്റെ ഇൽമാ പറയണത്. മുമ്പ് വടകര മുഹമ്മദാജിൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അപ്പോൾ ചിലപ്പോഴൊക്കെ തമാശക്ക് ആരോട് കയ്യിൽ കാശില്ല എന്നൊക്കെ ചോദിക്കും. ചിലപ്പം കാശ് കൊടുത്താൽ വേണ്ടാന്ന് പറയും. ചില അപ്പോൾ ഇയാളോട് ചോദിച്ചു, കയ്യിൽ കാശില്ല ചോദിച്ചു. ഇല്ല. പുരയിൽ കാശുണ്ടോ ചോദിച്ചു. പുരയിലില്ലാന്ന്. അപ്പോൾ ഇന്നലെ കൊണ്ടുവച്ച 10,000 എന്ന് വെച്ചു. ഇന്നലെ പെട്ടിയിൽ 10,000 എണ്ണി വെച്ചില്ലേ, 3 പ്രാവശ്യം 10,000 തന്നെയാണോ എന്ന് ആവർത്തിച്ച് എണ്ണിയില്ലെന്ന് വെച്ചു. അതിൽ ഇയാളാകെ പേടിച്ച് വിയർത്ത് അയാളെ റിപ്പ് പോയി കൊണ്ടുവരാറോ, നീ അങ്ങനെ പറഞ്ഞോണ്ട് ഇനി കൊണ്ടുവരാന്ന് പറഞ്ഞു. അയാളാകെ പൊട്ടിക്കരഞ്ഞു, ഞാൻ മാപ്പാക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നീ സത്യമേ പറയാവൂന്നാണ്. അപ്പൊ ആ പൊരന്റെ ഉള്ളിൽ അനുമാനം, അങ്ങനെ ഇപ്പം നമുക്കും പറഞ്ഞൂടെ, അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഒത്തുനിന്ന് വരും, ബാക്കിയുള്ളതൊക്കെ കളവായിന്ന് വരും. അങ്ങനെയാണ് ഒന്ന് കണ്ടോ, ചിലപ്പോൾ ആദ്യം തന്നെ കാര്യം ഒത്തുണ്ടാകാം. മുപ്പർ റെഡി ആയിട്ടാ പറഞ്ഞേ, മുപ്പര എന്തോ ഉള്ള ആളാ, ഒന്നുമുള്ള ആളല്ല, അത് പറഞ്ഞപ്പോൾ ഒത്തു വന്നതാ. പിന്നെ ബാക്കിയുള്ളത് ഒക്കെ ഒക്കുണ്ടോ, ഒക്കണില്ല, ഇവരതൊക്കെ ഒക്കും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അതുപോലത്തെ ഈ ഖൽബിന് സ്വഫാ കിട്ടിയ ആൾക്കാർ എന്ത് പറഞ്ഞാൽ ഒക്കെ ഒക്കും. ഒക്കാത്തുണ്ടാവില്ല, ശരിയല്ലാത്തുണ്ടാവില്ല, അനുമാനം പറയൂല, സിദ്ഖേത് പറയുള്ളൂ. അതുകൊണ്ട് അവരെ ഇൽമ്, മഖ്ലൂക്കിന്റെ ഇൽമ് ഇത്ര വലിയ ഇൽമാണെങ്കിൽ ഖാലിഖായ റബ്ബിന്റെ ഇൽമ് എത്ര വലിയ ഇൽമാകണം. അപ്പൊ നമ്മളെ ഡീറ്റെയിൽസ് മുഴുവനും ഒരു മലക്കും പകർത്തിക്കൊടുക്കാതെ അറിയുന്നവനാണ് അള്ളാഹു. എന്തേ കാരണം, വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു ലത്തീഫാണ്. എന്താ ലത്തീഫ് എന്ന വാക്കിന്റെ അർത്ഥം? ലത്തീഫ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളെ കൊണ്ടോ സൂക്ഷ്മ നിരീക്ഷണങ്ങളെ കൊണ്ടോ സൃഷ്ടികൾക്ക് ഒരാൾക്കും ഒരു കാലത്തും കണ്ടെത്താൻ കഴിയാത്ത വിഷയങ്ങളും അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, സൂക്ഷ്മജ്ഞാനി എന്നാണ് ഒറ്റ വാക്കിനർത്ഥം പറയുന്നത് ലത്തീഫ്. അതുകൊണ്ട് യാ ലത്തീഫ് യാ അല്ലാഹ്, ലത്തീഫായ റബ്ബേ എന്ന് വിളിക്കുന്ന വിളിയും യാ അലീമു യാ അല്ലാഹ് എന്ന് വിളിക്കുന്ന വിളിയും മാറ്റുണ്ട്. അലീമു എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആള്, ഇൽമു അഷ്യായിന്റെ ഇൽമൊക്കെ ഫുള്ളായിട്ട് ഒരുമിച്ച് കൂട്ടിയ ആള് എന്നതിനേക്കാളും അപ്പുറമാണ് ലത്തീഫ് എന്ന വിളി. യാ ലത്തീഫ് എന്ന് വിളിക്കുന്ന വിളി ചെറിയ വിളിയല്ല. ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? റബ്ബേ, എൻ്റെ രഹസ്യങ്ങൾ മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും രഹസ്യങ്ങൾ മാത്രമല്ല, എത്ര മഖ്ലൂഖാത്തിനെ നീ പടച്ചിട്ടുണ്ടോ ഓരോന്നിൻ്റെയും മുഴുവൻ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരു മാധ്യമവും കൂടാതെ അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവേ, വഹുവൽ ലത്തീഫ്, അല്ലാഹു ലത്തീഫാണ്. അൽ ഖബീർ, അൽ ഖബീർ, അല്ലാഹു തആല ഖബീറാണ്.
ഖബീർ എന്ന വാക്കിന്റെ അർത്ഥം വിശദീകരിച്ചെടുത്ത് മഹാന്മാര് പറഞ്ഞു, ഖബീറും ലത്തീഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഖബീർ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ലാ യഅ്സുബു അൻഹുൽ അഖ്ബാറുൽ ബാത്തിന, എത്ര ഉള്ളിന്റെ ഉള്ളറയിൽ വെച്ച കാര്യങ്ങളും ഒരു നിലക്കും മറകൂടാതെ അറിയുന്നവനാണ് അല്ലാഹു തആല. ആന്തരിക രഹസ്യങ്ങൾ അറിയുന്നവൻ, അതാണ് ഖബീർ എന്ന് പറഞ്ഞാൽ. എത്ര ഒളിപ്പിച്ചു വച്ചാലും ഒരു പക്ഷേ ഒരു ഉപകരണത്തിനും അത് പതിഞ്ഞിട്ടില്ലെങ്കിലും റബ്ബ് അറിയും. അതുകൊണ്ട് അള്ളാഹു അറിയുമെന്ന ഉത്തമ ബോധമുണ്ടാകണം. ലത്തീഫും ഖബീറുമാണ് അല്ലാഹു തആല. ഈ രണ്ട് സിഫത്തുകളും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയാൻ കഴിയൂല. സഹോദരങ്ങളെ, ഇവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുലേക്ക് ചില മഹാന്മാര് വന്നു. അവർക്ക് വലിയ വിശപ്പുണ്ട്. പക്ഷെ ആ വിശപ്പ് പറയാൻ പറ്റൂലല്ലോ. എങ്ങനെയാണിത്? ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയാന്ന് കരുതിയിട്ട് അവന് ഭക്ഷണ ആവശ്യമുണ്ട്. അവിടെ എത്തിയപ്പോഴേക്കെന്നെ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ വന്ന കാര്യം എനിക്കറിയാം. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന കാര്യം അല്ലാഹു അലീമും ബിഹാ അംലാ, ആ കാര്യം അല്ലാഹു അറിയുമോ അറിയൂലേ? ആ കാര്യം അല്ലാഹു അറിയുമോ അറിയൂലേ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന കാര്യം പറയാനാണ് നിങ്ങൾ മടിക്കുന്നത്. നിങ്ങൾ പറയാൻ മടിക്കുന്ന വിഷയം വിശപ്പല്ലേ? തിരിച്ചു ചോദിച്ചു, വിശപ്പ് എങ്ങനെയാണ് പറയാന്നല്ലേ നിങ്ങൾ കരുതുന്നത്? അത് അല്ലാഹു അറിയുമോ അറിയൂലേ? അല്ലാഹു അറിയും. എന്നാ നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ, അവനവന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. പോയി നോക്കുമ്പോൾ വീട്ടിൽ ഭക്ഷണമുണ്ട്. ഇത് പറയാൻ മടിച്ചു വന്ന ആൾക്കാരെ ഉള്ളിൽ നിന്ന് രഹസ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലാഹു അറിയോ അറിയൂലേ? അറിയും. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ അല്ലേ? അല്ലാഹു അറിയും. എന്നാ നിങ്ങൾ പോയിക്കോളൂ. അപ്പൊ ഒരടിമ അല്ലാഹു തആല അവന്റെ രഹസ്യം അറിയും, അവന്റെ മനസ്സിൽ സൂക്ഷിച്ചതറിയും എന്ന് കാണുമ്പോ പിന്നെ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതിയല്ലോ. ആവശ്യങ്ങളൊക്കെ തന്റെ കൽബിൽ നിന്ന് പറയാതെ അറിയുന്നവനും അള്ളാഹുവാണ്. കാരണം അവൻ ലത്തീഫാണ്, ഖബീറാണ്. ആ റബ്ബിനെ ശരിക്ക് മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഭയക്കേണ്ടതും വിശ്വാസിയുടെ ആവശ്യമാണ്. 12ാമത്തെ ആയത്തിന്റെ ഉപോത്ബലകമായിട്ടാണ് ഈ 13ഉം 14ഉം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബ് കൊണ്ട് അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഗൈബ് എന്ന അർത്ഥത്തിൽ പറയുന്ന ഖൽബ് കൊണ്ട് യഥാർത്ഥ പേടി, റബ്ബിനെ പേടിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണമാണ് വാസിറു ഖൗലകും വവിജ്ഹറൂ ബി, നിങ്ങൾ സ്വകാര്യം പറഞ്ഞാലും പരസ്യമാക്കി പറഞ്ഞാലും അല്ലാഹു അറിയും. അറിയും എന്നത് വെറുതെ പറഞ്ഞതല്ല. അലാ യഅലമു മൻ ഖലഖ്, അറിയണേ ആരാണോ ഖൽഖ് ചെയ്തത് അവൻ കാര്യങ്ങൾ അറിയും. ആരാണ് നമ്മളെ പടച്ചവൻ അവൻ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയും. ഇനിയും നിഷേധിക്കേണ്ട വഹുവൽ ലത്തീഫുൽ ഖബീർ. ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതുണ്ട് ഇവിടെ. നോക്കുങ്ങൾ, ചില രോഗങ്ങളൊന്നും ആർക്ക് കണ്ടെത്താൻ കഴിയൂല. ഉപകരണങ്ങൾ കണ്ടെത്താൻ കഴിയും? ഇല്ല. പക്ഷെ ആ രോഗങ്ങൾ ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും രോഗം ഉണ്ട് എന്ന് ഉറപ്പാണ്. അതെങ്ങനെ? ഇയാൾ വേദനിക്കുന്നുണ്ട്, ഇയാൾ വിഷമിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാം, പടച്ചോനെ എനിക്കുള്ള രോഗം ഒരു നിലക്കും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. നീ അറിയുന്നുവല്ലോ അല്ലാ. നീ ആ അറിവ്, നിന്റെ അറിവ് എല്ലാവരും അറിവിനേക്കാളും വലിയ അറിവല്ലേ? നിന്റെ ഇൽമു പരിഗണിച്ച് ഞാൻ ചോദിക്കുന്നു, നീ അതൊന്ന് മാറ്റിത്തരണേ അല്ലാ. കാരണം ഇവിടെ ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ, എന്നെ നീ കൊടുക്കല്ലേ. അല്ലാഹു തആലാന്റെ ഇൽമിനെ പറ്റി വ്യക്തമായ ബോധമുള്ള ഒരു മനുഷ്യൻ അത് സമ്മതിച്ചും വിശ്വസിച്ചും ചോദിക്കുന്ന ചോദ്യം മാറ്റുണ്ട്. അല്ലാഹു ലത്തീഫാൻ, അല്ലാഹു ഖബീറാൻ. ഖബീറും ലത്തീഫുമായ റബ്ബിനുള്ള ഇൽമ് ഇവിടെ ആർക്കും ഇല്ല. ആർക്കും അല്ലാഹു ആ ഇൽമ അങ്ങനെ പകർന്നിട്ടില്ല. അള്ളാഹിന്റെ ഇൽമ് വേറൊരു ഇൽമാണ്, മഖ്ലൂഖാത്തിന്റെ ഇൽമ് വേറൊരു ഇൽമാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ ഇൽമനുസരിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ, പറയാതെ തന്നെ കാര്യങ്ങൾ അറിയുന്ന അല്ലാഹു തആലാന്റെ ഇൽമിനെ പറ്റി ബോധമുള്ള മനുഷ്യൻ അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. ശരിയായ രൂപത്തിൽ അല്ലാഹു തആലാനെ ഖശ്യത്ത് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആലാന്റെ ലുത്ഫും അല്ലാഹു തആലാന്റെ എല്ലാവിധ സഹായങ്ങളും നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا
وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن